ഹായ് ഫ്രണ്ട്സ്, കോപ്പറേറ്റീവ് ട്യൂട്ടർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ഈ ക്ലാസ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് കൊണ്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് ഗുണമേ ലഭിക്കുകയുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ കൂടെയുള്ള ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്താൻ ശ്രമിക്കണം. അപ്പോൾ ഞാനിടുന്ന ക്ലാസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്ന് ബാങ്കിങ്ങിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു ക്ലാസ്സാണ്. ഉറപ്പായിട്ടും CSEB എക്സാമിന് പോകുന്നതിന് മുൻപ് ഈ ക്ലാസ് കേട്ട് ഒന്ന് പഠിച്ചിട്ട് പോകുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ മോസ്റ്റ് പ്രോഫിറ്റബിൾ ബട്ട് ലീസ്റ്റ് ലിക്വിഡ് അസറ്റ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്? താഴെ പറയുന്നവയിൽ കൊമേഴ്ഷ്യൽ ബാങ്കിന് ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ളതും എന്നാൽ ഏറ്റവും ലിക്വിഡ് അസറ്റിന്റെ ഫെസിലിറ്റി കുറവുള്ളതുമായിട്ടുള്ളത് ഏതാണ്? ഓപ്ഷൻ എ ലോൺസ് ആൻഡ് അഡ്വാൻസസ്, ഓപ്ഷൻ ബി മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ്, ഓപ്ഷൻ സി ബിൽ ഡിസ്കൗണ്ടഡ്, ഓപ്ഷൻ ഡി ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഗവൺമെന്റ് സെക്യൂരിറ്റീസ്. ആൻസർ ഓപ്ഷൻ എ ലോൺസ് ആൻഡ് അഡ്വാൻസസ് ആണ്. ഏറ്റവും കൊമേഴ്ഷ്യൽ ബാങ്കിന് പ്രോഫിറ്റ് കിട്ടുന്നതും അതുപോലെ ലീസ്റ്റ് ലിക്വിഡ് അസറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ലോൺസ് ആൻഡ് അഡ്വാൻസസ് ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഓവറോൾ ക്രെഡിറ്റ് ആൻഡ് മോണിറ്ററി പോളിസി ഈസ് ദ അൾട്ടിമേറ്റ് റെസ്പോൺസിബിലിറ്റി ഓഫ് ഡാഷ്. ഓവറോൾ ക്രെഡിറ്റ് ആൻഡ് മോണിറ്ററി പോളിസി ഈസ് ദ അൾട്ടിമേറ്റ് റെസ്പോൺസിബിലിറ്റി ഓഫ് ഡാഷ്. ഒരു രാജ്യത്തെ ക്രെഡിറ്റും മോണിറ്ററി പോളിസിയും മെയിൻറ്റെയിൻ ചെയ്യേണ്ടതിന്റെ ലാസ്റ്റ് റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? ഓപ്ഷൻ എ SBI, ഓപ്ഷൻ ബി നബാർഡ്, ഓപ്ഷൻ സി RBI, ഓപ്ഷൻ ഡി സെബി. ആൻസർ ഓപ്ഷൻ സി RBI. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ഓർഡർ ടു കൺട്രോൾ ഇൻഫ്ലേഷൻ ഇൻ ഇന്ത്യ RBI മേ. ഇന്ത്യയിൽ പണപ്പെരുപ്പം ഇൻഫ്ലേഷൻ ഉണ്ടാകുന്ന സമയത്ത് RBI എങ്ങനെയാണ് അത് കൺട്രോൾ ചെയ്യുന്നത്? ഓപ്ഷൻ എ ഇൻക്രീസ് CRR, ഓപ്ഷൻ ബി ഡിക്രീസ് CRR, ഓപ്ഷൻ സി ഇൻക്രീസ് ബീയിങ് ഓഫ് ഗവൺമെന്റ്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദിസ്. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ അനുസരിച്ചുള്ള ഒരു ഓപ്ഷൻ ഇൻക്രീസ് CRR ആണ്. ഇൻക്രീസ് CRR കൂട്ടുന്നത് മൂലം എന്താണ്? ഇൻഫ്ലേഷൻ ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ, നാഷണലൈസേഷൻ മീൻസ്. നാഷണലൈസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഓപ്ഷൻ എ സെല്ലിംഗ് ഓഫ് ഗവൺമെന്റ് ഷെയർ ടു പ്രൈവറ്റ് സെക്ടർ, ഓപ്ഷൻ ബി സെല്ലിംഗ് ഓഫ് ഗവൺമെന്റ് കമ്പനീസ് ടു പ്രൈവറ്റ് സെക്ടർ, ഓപ്ഷൻ സി ഗവൺമെന്റ് പർച്ചേസിംഗ് 25% ഷെയർ ഓഫ് പ്രൈവറ്റ് സെക്ടർ, ഓപ്ഷൻ ഡി ടേക്കിംഗ് ഫുൾ കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് ഫ്രം പ്രൈവറ്റ് സെക്ടർ ബൈ ദ ഗവൺമെന്റ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ടേക്കിംഗ് ഫുൾ കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് ഫ്രം പ്രൈവറ്റ് സെക്ടർ ബൈ ദ ഗവൺമെന്റ്. പ്രൈവറ്റ് സെക്ടറിലുള്ള സ്ഥാപനങ്ങളുടെ ഫുൾ കൺട്രോൾ, അതിന്റെ മാനേജ്മെന്റ് ഗവൺമെന്റ് ഏറ്റെടുക്കുന്ന പ്രോസസ്സിനാണ് എന്താണ് നാഷണലൈസേഷൻ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ബാങ്ക് റേറ്റ് ഈസ് ദ. താഴെ പറയുന്നതിൽ ബാങ്ക് റേറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതാണ്? ഓപ്ഷൻ എ റേറ്റ് ഓൺ വിച്ച് RBI ഡിസ്കൗണ്ട്സ് ബിൽ ഓഫ് ബാങ്ക്സ്, ഓപ്ഷൻ ബി റേറ്റ് അറ്റ് വിച്ച് SBI ഗീവ്സ് ലോൺസ് ടു അതർ ബാങ്ക്സ്, ഓപ്ഷൻ സി റേറ്റ് അറ്റ് വിച്ച് RBI ബോറോസ് ഫ്രം പബ്ലിക്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ബാങ്ക് റേറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓപ്ഷൻ എ റേറ്റ് ഓൺ വിച്ച് RBI ഡിസ്കൗണ്ട്സ് ബിൽ ഓഫ് ബാങ്ക്സ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഫംഗ്ഷൻ ഓഫ് RBI? താഴെ പറയുന്നതിൽ RBIയുടെ ഫംഗ്ഷൻ അല്ലാത്തതേത്? ഓപ്ഷൻ എ ഇഷ്യൂ ഓഫ് കറൻസി, ഓപ്ഷൻ ബി ബാങ്കേഴ്സ് ബാങ്ക്, ഓപ്ഷൻ സി കൺട്രോളർ ഓഫ് ക്രെഡിറ്റ്, ഓപ്ഷൻ ഡി ബാങ്കർ ഓഫ് ജനറൽ പബ്ലിക്. ആദ്യം പറഞ്ഞിരിക്കുന്ന 3 ഓപ്ഷനും RBI ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഫംഗ്ഷനാണ്. കറൻസി ഇഷ്യൂ ചെയ്യുക, ബാങ്കേഴ്സ് ബാങ്കായിട്ട് ആക്ട് ചെയ്യുക, കൺട്രോൾ ഓഫ് ക്രെഡിറ്റിന്റെ കൺട്രോളറായിട്ട് ആക്ട് ചെയ്യുക, ബാങ്കർ ഓഫ് ജനറൽ പബ്ലിക്. ബാങ്കർ ഓഫ് ജനറൽ പബ്ലിക് എന്ന് പറയുന്നതാണ് എന്താണ് ഇതിൽ നിന്ന് RBI ചെയ്യേണ്ടതാത്ത സേവനം. ഒരിക്കലും പബ്ലിക്കിന്റെ ബാങ്കറായിട്ട് ആക്ട് ചെയ്യേണ്ട ചുമതല RBIക്കില്ല. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ഫിസ്ക്കൽ പോളിസി ഈസ് ഗിവൺ ബൈ. ഒരു രാജ്യത്ത് ഫിസ്ക്കൽ പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? ഓപ്ഷൻ എ മിനിസ്ട്രി ഓഫ് ഫിനാൻസ്, ഓപ്ഷൻ ബി RBI, ഓപ്ഷൻ സി പ്ലാനിംഗ് കമ്മീഷൻ, ഓപ്ഷൻ ഡി പാർലമെന്റ്. ഒരു രാജ്യത്ത് ഫിസ്ക്കൽ പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആണ്. എന്നാൽ മോണിറ്ററി പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് RBI ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, റീജിയണൽ റൂറൽ ബാങ്ക്സ് ആക്ട് അപ്ലൈസ് ഫ്രം ദ ഇയർ. RRB ആക്ട് അപ്ലൈ ചെയ്തത് ഏത് വർഷം മുതലാണ്? ഓപ്ഷൻ എ 1976,
ഓപ്ഷൻ ബി 1982, ഓപ്ഷൻ സി 1988, ഓപ്ഷൻ ഡി 1991. ഓപ്ഷൻ എ ആണ് ആൻസർ 1976. 1976 RRB ആക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എന്നാൽ ഇന്ത്യയിൽ ഉടനീളം RRBകൾ വന്നത് 1975. അടുത്ത ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇൻ ഓപ്പണിംഗ് ആൻ അക്കൗണ്ട് ദ ബാങ്കേഴ്സ് അസ്യൂംസ് ദ പൊസിഷൻ ഓഫ് എ. ഒരു വ്യക്തി ബാങ്കിൽ ചെന്ന് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്താൽ ഉടനെ ബാങ്കർക്ക് ലഭിക്കുന്ന പൊസിഷൻ എന്താണ്? ഓപ്ഷൻ എ ഏജന്റ്, ഓപ്ഷൻ ബി കസ്റ്റോഡിയൻ, ഓപ്ഷൻ സി ക്രെഡിറ്റർ, ഓപ്ഷൻ ഡി ഡെപ്റ്റർ. ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഡെപ്റ്റർ ക്രെഡിറ്റർ ആണ്. ബാങ്കർ അക്വയർ ചെയ്യുന്ന പൊസിഷൻ ഡെപ്റ്ററിൻ്റെതാണ്, കസ്റ്റമർ ക്രെഡിറ്റർ ആയിരിക്കും. എന്നാൽ നേരെ തിരിച്ച് ബാങ്ക് നമുക്കൊരു ലോൺ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പൊസിഷൻ ഡെപ്റ്ററായിട്ടും കസ്റ്റമറിന്റെ പൊസിഷൻ ഡെപ്റ്ററായിട്ടും നേരെ തിരിച്ച് ബാങ്കറിന്റെ പൊസിഷൻ ക്രെഡിറ്ററായിട്ടും മാറുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ലീൻ അവൈലബിൾ ടു എ ബാങ്കർ ഈസ്. ബാങ്കറിന് ലഭ്യമായ ലീൻ ഏതാണ്? ഓപ്ഷൻ എ ജനറൽ, ഓപ്ഷൻ ബി സ്പെഷ്യൽ, ഓപ്ഷൻ സി കോമ്പൗണ്ട്, ഓപ്ഷൻ ഡി കണ്ടീഷണൽ. ആൻസർ ഓപ്ഷൻ എ ജനറൽ ലീൻ. അടുത്ത ക്വസ്റ്റ്യൻ, എ ചെക്ക് ബിക്കം സ്റ്റെയിൽ ഇഫ് ഇറ്റ് ഹാസ് ബീൻ ഇൻ സർക്കുലേഷൻ ഓഫ് മോർ ദാൻ ഡാഷ് മന്ത്സ്. ഒരു ചെക്ക്, നമ്മുടെ കൈവശം ഇരിക്കുന്ന ഒരു ചെക്ക് എപ്പോഴാണ് സ്റ്റെയിൽ ചെക്കായി മാറുന്നത്? ഓപ്ഷൻ എ 8 months, ഓപ്ഷൻ ബി 3 months, ഓപ്ഷൻ സി 6 months, ഓപ്ഷൻ ഡി 12 months. 2012 ഏപ്രിൽ 1 മുതൽ ചെക്കിന്റെ കാലാവധി 3 മാസമാക്കിയിട്ടുണ്ട്. അപ്പോൾ ആൻസർ 3 months ആണ്. 3 മാസം കഴിയുന്ന ചെക്കുകളെല്ലാം സ്റ്റെയിൽ ചെക്കായി മാറുകയാണ്. ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബാങ്കിങ്ങിന്റെ ക്ലാസ്സുകൾ, ബാങ്കിങ്ങിന്റെ ക്വസ്റ്റ്യൻസ് ഏത് നിലവാരമുള്ളതാണെന്ന് നിങ്ങൾ തന്നെ ഒന്ന് കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. മറ്റുള്ള കുട്ടികൾക്കായി ഷെയർ ചെയ്ത് കൊടുക്കാനും മടിക്കരുത്. ഒരു ജോലി എന്നത്, സ്ഥിര വരുമാനം ലഭിക്കുന്ന ഒരു ജോലി എന്ന് പറയുന്നത് എല്ലാവരുടെയും സ്വപ്നമാണ്. നമ്മൾ ഉദ്യോഗാർത്ഥികളായിട്ടുള്ള നമ്മൾക്ക് തീർച്ചയായിട്ടും അറിയാം ഒരു ജോലി ലഭിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ ജീവിതം സെക്യൂർ ആകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ്.